ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രേറ്റ് ഈഗിൾ ടെക് ഗോ ചാർട്ടിംഗ് പവേർഡ് ബൈ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. കുറച്ച് ദിവസത്തിന് ശേഷം ഓണം ഹോളിഡേക്ക് ശേഷമുള്ളൊരു പ്രീ മാർക്കറ്റ് വ്യൂ ആൻഡ് വീക്ക്ലി മാർക്കറ്റിന്റെ ഔട്ട്ലുക്കാണ് ഇന്നത്തെ മാർക്കറ്റിൽ പറയാൻ പോകുന്നത്. ഓവറാൾ സ്ട്രക്ചർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് കഴിഞ്ഞ മൺഡേയിൽ, ഇതാണ് നമ്മളെ മൺഡേ 24th, അന്നൊരു നോർമൽ വേരിയേഷൻ ഡൗൺ അല്ലെ ഡബിൾ ഡിസ്ട്രിബ്യൂഷൻ ഡൗൺ ഡേ ആയിരുന്നു. പിറ്റേ ദിവസം ഒരു ഫെയിൽഡ് ഓപ്ഷൻ മാർക്കറ്റിൽ തന്ന് ഓൾമോസ്റ്റ് ടാർഗറ്റ് ഹിറ്റായതിനു ശേഷം ഒരു നമ്മുടെ മന്ത്ലി എക്സ്പയറി നടന്നതിന്റെ ആ ഒരു സ്പൈക്കിന്റെ ദിവസത്തെ മാർക്കറ്റ് സ്ട്രക്ചർ ആയിരുന്നു വന്നത്. ബുധനാഴ്ച മാർക്കറ്റ് ഒരു ഓപ്പൺ റിജക്ഷൻ റിവേഴ്സ് ആയിരുന്നു. ഡൗൺ വൈഡ് വന്നതിന് ശേഷം മാർക്കറ്റ് താഴേക്ക് ഇറങ്ങി വന്ന് ഒരു നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആയിരുന്നു. ഇന്നലെ മാർക്കറ്റ് കൃത്യമായി പറയുകയാണെങ്കിൽ നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ഇന്നലത്തെ സ്ട്രക്ചർ പ്രകാരം മാർക്കറ്റ് പറയുകയാണെങ്കിൽ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ പ്യൂർലി പറഞ്ഞ ന്യൂട്രൽ എക്സ്ട്രീം അപ്പായിട്ട് മാർക്കറ്റ് നിൽക്കുകയാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു സ്ട്രക്ചർ ഇല്ലാതെ എവിടെയോ കിടന്ന് ഈ അലഞ്ഞു നടക്കുന്ന ഒരു പശുവിന്റെ അവസ്ഥയിൽ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മളെ മേഞ്ഞ് റോഡിൽ നടക്കുന്ന പശു കാണാനില്ല, ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ പറയാറുണ്ടല്ലോ, അതേപോലത്തെ ഒരു ഒന്നുമാണ് അലഞ്ഞു നടക്കുന്ന ഒരു മാർക്കറ്റിനെ പോലെയാണ് നിൽക്കുന്നത്. ഒരു സ്ട്രക്ചർ വൈസ് നിങ്ങൾ നോക്കുമ്പോൾ അറിയാൻ പറ്റും, പെർഫെക്റ്റ്ലി ഒരു ന്യൂട്രൽ വീക്കായിട്ടാണ് നമ്മുടെ മാർക്കറ്റ് ഈ ആഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത്. 24,164 ഭാഗത്താണ് POC കിടക്കുന്നത്. ഏകദേശം പറഞ്ഞ മാർക്കറ്റ് ആ POCയുടെ ഭാഗത്തൊക്കെ തന്നെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി ഒരു നമ്മുടെ മൺഡേയിൽ മാർക്കറ്റ് ഒരു നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആയിരുന്നു, ട്രെൻഡിങ് ഡൗൺ ഡേ ആയിരുന്നു. പിറ്റേ ദിവസം ഒരു ബാലൻസ് ഡേ, അതിന് പിറ്റേ ദിവസം ഒരു പി ഷേപ്ഡ് പ്രൊഫൈൽ, പിന്നെ ഒരു നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആയിരുന്നു. ഇന്നൊരു പെർഫെക്റ്റ് ഒരു ബാലൻസ് പ്രൊഫൈൽ. ചുരുക്കി പറഞ്ഞാൽ മാർക്കറ്റ് ഒരു ന്യൂട്രൽ ഡേ ആയിട്ടാണ്, ന്യൂട്രൽ വീക്കായിട്ടാണ് നമ്മുടെ ബാങ്ക് നിഫ്റ്റിയുടെ സ്ട്രക്ചറും ക്ലോസ് ചെയ്തത്. ഓൾമോസ്റ്റ് കഴിഞ്ഞ ഇതേ റേഞ്ച് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് നമ്മളിപ്പോൾ ഒരു വ്യത്യാസവും ഇല്ലാതെ ഈ റേഞ്ച് മെയിൻറ്റെയിൻ ചെയ്ത് പോകും. ഞാൻ ഈ പ്രൊഫൈലൊന്ന് മെർജ് കൊടുത്തു, ഈ പ്രൊഫൈലൊന്ന് മെർജ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു റേഞ്ച് നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. 57,220-നും 58,129-നും ഇടയ്ക്കുള്ള ഒരു 1000 പോയിന്റിനകത്താണ് പെർഫെക്റ്റ് റേഞ്ച്. ഈ ഒരു ന്യൂട്രൽ വീക്കായി കൊണ്ട് ബാങ്ക് നിഫ്റ്റിയുടെ ഈ ഒരു വീക്കിന്റെ റേഞ്ചും കൂടെ ഞാൻ മെർജ് ചെയ്ത് കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി പെർഫെക്റ്റ്ലി പറയുകയാണെങ്കിൽ 17 ജൂൺ തൊട്ട് ഇതുവരെ 2 മാസമായിട്ട് ബാങ്ക് നിഫ്റ്റി പറയുകയാണെങ്കിൽ 57,183, 58,021, ചുരുക്കി പറഞ്ഞാൽ ഒരു 900-1000 പോയിന്റിനകത്താണ് ബാങ്ക് നിഫ്റ്റി റേഞ്ച് വന്നിരിക്കുന്നത്. എക്സാക്ട്ലി പറയുകയാണെങ്കിൽ POC നിൽക്കുന്നത് 57,646 ഭാഗത്താണ് POC നിൽക്കുന്നത്. ഏകദേശം കൃത്യമായിട്ട് ആ ഭാഗത്തൊക്കെ തന്നെയാണ് ഈ ബാങ്ക് നിഫ്റ്റി കിടന്ന് കറങ്ങി നടക്കുന്നത്. അതായത് ഒരിടത്തും പോകാൻ പറ്റാതെ അടിച്ച് കിറങ്ങി ആ ഭാഗത്ത് മാർക്കറ്റ് കിടക്കുകയാണ്. ഈ പായസം കുടിച്ച് മത്തായി കിടക്കുന്ന ബാങ്ക് നിഫ്റ്റി ഇന്ന് വേണമെങ്കിൽ ബാങ്ക് നിഫ്റ്റിയെ കുറിച്ച് പറയാവുന്നതാണ്. പെർഫെക്റ്റ്ലി ഒരു ന്യൂട്രൽ വീക്കായിരുന്നു ബാങ്ക് നിഫ്റ്റി കഴിഞ്ഞ ആഴ്ചയും വന്നത്. ഞാൻ ഈ 17 ജൂൺ തൊട്ട് ബാങ്ക് നിഫ്റ്റി കൃത്യമായിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാങ്ക് നിഫ്റ്റി സംബന്ധിച്ച് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു ബിഗ്ഗസ്റ്റ് മൂവ്മെന്റ് വരാതെ ഇങ്ങനെ പിടിച്ചു കെട്ടി അവലോഞ്ച് നമ്മൾ ഹിമപാതം പൊട്ടാൻ വേണ്ടി അവസ്ഥ നിൽക്കുന്നല്ലോ, അതേപോലെ ഇപ്പം പൊട്ടുന്ന രീതിയിലുള്ള അവസ്ഥയിലാണ് ബാങ്ക് നിഫ്റ്റിയുടെ സ്ട്രക്ചറും കൃത്യമായിട്ട് നിൽക്കുന്നത്. അതേസമയം നമ്മൾ നിഫ്റ്റി മിഡ് ക്യാപ്പിന് നോക്കിക്കഴിഞ്ഞാൽ മിഡ് ക്യാപ്പ് ഒരു കൃത്യമായി പറയുകയാണെങ്കിൽ മൺഡേയിൽ ഒരു പെർഫെക്റ്റ്ലി ഒരു ന്യൂട്രൽ എക്സ്ട്രീം അപ്പായിട്ടാണ് മിഡ് ക്യാപ്പ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. മൺഡേ പ്രൊഫൈൽ വെച്ച് നോക്കുമ്പോൾ മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു ന്യൂട്രൽ എക്സ്ട്രീം അപ്പായിട്ട് അവൻ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഓൾമോസ്റ്റ് എക്സാക്ട്ലി POC 14,964 എന്ന് പറഞ്ഞ POCയുടെ ഭാഗത്തൊക്കെ തന്നെ മിഡ് ക്യാപ്പും ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ മിഡ് ക്യാപ്പിനെ ഞാനൊന്ന് മെർജ് ചെയ്യണ വേറെ ഒന്നും വേണ്ടില്ല, പെർഫെക്റ്റ്ലി ആ റേഞ്ച് കിടപ്പുന്നുണ്ട്. ഞാൻ മിഡ് ക്യാപ്പിനെ മെർജ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ഈ സൈഡ് കിട്ടും. സോ മിഡ് ക്യാപ്പ് ഒരു റേഞ്ചാണ്. കഴിഞ്ഞ ഒരു റേഞ്ചായ 14,835-നും 40-നും മുകളിൽ നിപ്പുണ്ട്. ഏകദേശം എന്നാൽ പെർഫെക്റ്റ്ലി പറയുകയാണെങ്കിൽ 14,840-നും 14,985-നും ഇടയ്ക്കുള്ള ഒരു 160 പോയിന്റിനകത്തുള്ള പെർഫെക്റ്റ് റേഞ്ചാണ് ആരും മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്, മിഡ് ക്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. ചുരുക്കി പറഞ്ഞാൽ നിഫ്റ്റി ആയിക്കോട്ടെ, നിഫ്റ്റിയിൽ അങ്ങനെ ഒരു റേഞ്ച് എനിക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ഒരു അവസരം നിഫ്റ്റി തരുന്നില്ല. നിഫ്റ്റി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി ഇവിടെ ഒരു റേഞ്ച് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. കഴിഞ്ഞ 2 വീക്കായിട്ട് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ 24,370-നും 24,000-നും ഇടയ്ക്ക്. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇപ്പോഴത്തെ റേഞ്ച് ഒന്ന് നാരോ ചെയ്ത് 24,126-ന്റെ ഭാഗത്തും 24,300-ന് ഇടയ്ക്കുള്ള റേഞ്ച് കിടന്നാണ് നിഫ്റ്റി കിടന്ന് കളിക്കുന്നത്. ഓൾമോസ്റ്റ് POC വന്നിരിക്കുന്നത് 24,164 ഭാഗത്താണ്. നമ്മുടെ ക്ലോസിംഗും ഏകദേശം പറഞ്ഞാൽ അടുപ്പിച്ച് നിൽക്കുകയാണ്. സോ നിഫ്റ്റിയെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ നിഫ്റ്റി ഈ ഒരു POC
ഈ ഒരു വാല്യൂ ഏരിയ കണ്ടല്ലോ 24,000 എന്ന് പറഞ്ഞൊരു ഇമ്പോർട്ടന്റ് റെഫറൻസ് ലെവൽ നിഫ്റ്റി പൊട്ടണമെങ്കിൽ മാത്രം അവൻ താഴേക്ക് ഇറങ്ങി അവനെ സംബന്ധിച്ച് കുറച്ച് 23,600 വരാനുള്ള ചാൻസ് നിഫ്റ്റിയെ സംബന്ധിച്ച് കുറച്ച് ഏരിയസ് ഫില്ല് ചെയ്യാൻ കിടപ്പുണ്ട്. സോ ഈ 23,780 ആദ്യം 24,000 പൊട്ടിയാൽ 23,880 ഭാഗത്തും അതിന് താഴെ 23,733 ഭാഗത്തും അതിന് താഴെ 23,640 600 ഭാഗത്തേക്ക് നിഫ്റ്റി താഴേക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഇനി മുകളിലോട്ട് പോകണമെങ്കിൽ ഈ 24,416 മുകളിൽ നിൽക്കുകയാണെങ്കിൽ മാത്രം അവൻ എങ്ങോട്ട് പോവാം? 24,580 24,680 എന്ന് പറഞ്ഞ റേഞ്ചിന്റെ ഭാഗത്തേക്കും പോവാം. സോ നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു ബുള്ളിഷ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ 24,416 മുകളിൽ നിൽക്കുകയാണെങ്കിൽ 24,580 24,680 ഭാഗത്തേക്ക് പോവാം. ബെയറിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ 24,000 എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ലെവലാണ്. ആ 24,000 പൊട്ടണമെങ്കിൽ മാർക്കറ്റ് എങ്ങോട്ട് പോകാം? 23,880 ഭാഗത്തേക്ക് ഫസ്റ്റ് വരാം. അതിന് താഴെ 23,600 ഭാഗത്തേക്ക് നിഫ്റ്റി എത്താനുള്ള ചാൻസ് സ്പോട്ട് മാർക്കറ്റിൽ വളരെയധികം കൂടുതലാണ്. ഇതാണ് നിഫ്റ്റിയെ കുറിച്ച് പറയാനുള്ള എൻ്റെ ഒരു ലെവൽസ്. ഇനി അതേ സമയത്ത് ബാങ്ക് നിഫ്റ്റി ഒരു വീക്ക്ലി സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാൻ പറ്റും ബാങ്ക് നിഫ്റ്റി ഒരിടത്തും പോകുന്നില്ല. 57,000 താഴെ ബാങ്ക് നിഫ്റ്റി ഒരു ക്ലോസിംഗ് ബേസിസ് വരെയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിക്ക് എങ്ങോട്ട് വരാം? 56,000 വരെ എത്താനുള്ള ചാൻസ്. ഈവൻ 56,000 താഴെ 55,000 വരെ പോകാൻ ചാൻസ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ 57,000 താഴെ ബാങ്ക് നിഫ്റ്റി ഒരു മന്ത്ലി ക്ലോസിംഗ് അല്ലെങ്കിൽ വീക്ക്ലി ബേസിസ് ഒരു ക്ലോസിംഗ് വരെയാണെങ്കിൽ മാത്രം ബാങ്ക് നിഫ്റ്റി എങ്ങോട്ട് വരാം? 56,000 56,500 56,000 ഭാഗത്തൊക്കെ ബാങ്ക് നിഫ്റ്റി ചാൻസ് ഉണ്ട്. ഇനി ഒരു ബ്രേക്ക് അപ്സൈഡ് വരെയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന 58,045 57,050 മുകളിൽ ബാങ്ക് നിഫ്റ്റി ഒരു വീക്ക്ലി ബേസിസിൽ ക്ലോസ് ചെയ്യുന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റിക്ക് അപ്സൈഡിലേക്ക് ഒരു ട്രൈ നടത്താനുള്ള ചാൻസ് ഉണ്ട്. ആ ട്രൈ മാക്സിമം പോയ 58,700 ഭാഗം വരെ പോവാം. അതിന് മുകളിൽ മാത്രമേ പഴയ ഹൈയുടെ ഭാഗത്തേക്ക് ബാങ്ക് നിഫ്റ്റി ഒരു എത്തിനോട്ടം ചെയ്യാനുള്ള ചാൻസ് മാക്സിമം ഞാൻ കാണുന്നുള്ളൂ. മിഡ് ക്യാപ്പിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ മിഡ് ക്യാപ്പ് വീക്ക്ലി ബേസിസ് പറയുകയാണെങ്കിൽ ഈ 15,000 മുകളിൽ മിഡ് ക്യാപ്പ് ഒരു വീക്ക്ലി ക്ലോസിംഗ് ബേസിസ് വരെയാണെങ്കിൽ പുതിയ ഹൈയുടെ ഭാഗത്തേക്ക് മിഡ് ക്യാപ്പ് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇല്ല 14,840 താഴെ മിഡ് ക്യാപ്പ് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എങ്ങോട്ട് വരാം? താഴേക്ക് ഇറങ്ങി വന്ന് ഈ ഒരു POC ആയ 14,676 14,560 14,432 ഭാഗത്തേക്ക് മിഡ് ക്യാപ്പും വരാനുള്ള ചാൻസ് വീക്ക്ലി ബേസിസിൽ വളരെയധികം മാർക്കറ്റിൽ കൂടുതലാണ്. സോ ഇതാണ് എനിക്ക് നിഫ്റ്റിയെ കുറിച്ച് പറയാനുള്ള ബാങ്ക് നിഫ്റ്റിയും മിഡ് ക്യാപ്പിനെ കുറിച്ച് പറയാനുള്ള ഒരു വീക്ക്ലി സ്ട്രക്ചറിന്റെ റിവ്യൂ. അപ്പം നിങ്ങൾ കൃത്യമായിട്ട് ഈ ഒരു വീക്ക്ലി സ്ട്രക്ചറിന്റെ ലെവൽ കൃത്യമായിട്ട് വാച്ച് ചെയ്യുക. ആ വാച്ച് ചെയ്തതിന് ശേഷം അതിന് മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ മാത്രം ട്രേഡിങ്ങിനെ കുറിച്ച് പോസിബിൾ ചിന്തിച്ചാൽ മതി. എല്ലാവരും ഈ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ട്രേഡിംഗ് ഫ്രണ്ട്സിന് വീഡിയോ അയച്ചു കൊടുക്കാനും മറക്കാതിരിക്കുക. ഹാപ്പി ട്രേഡിംഗ്, ഹാപ്പി ഡേ ടു ഓൾ മൈ ട്രേഡിംഗ് ഫ്രണ്ട്സ്.